നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം OctaFX ആണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പോ അതിനു മുമ്പൊക്കെയാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഫോറക്സ് ട്രേഡിംഗ് നിയമവിരുദ്ധമാണോ എന്നുള്ളതിനെ കുറിച്ച്. അന്ന് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയിലെ അനുവദനീയമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം ഫോറക്സ് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറവാണ്. വളരെ കുറവെന്ന് പറയുമ്പോൾ ആകെയുള്ളത് ഇന്ത്യയിൽ എക്സ്ചേഞ്ചുകൾ, അതായത് നമ്മുടെ BSEO, NSEO അല്ലെങ്കിൽ ഇപ്പം MCX ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകൾ അല്ലാതെ മറ്റെവിടെയെങ്കിലും ചെയ്യുന്ന ഫോറക്സ് ട്രേഡിംഗ് നിയമവിധേയമല്ല എന്ന കാര്യം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അപ്പൊ അതിനെതിരെ കുറെ പേരൊക്കെ പല ഡിസ്പ്യൂട്ടൊക്കെ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞത് അന്ന് RBIയുടെ ഒരു സർക്കുലറിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിയമവിധേയമായിട്ടുള്ളവ അല്ലാത്തവയെല്ലാം നിയമവിരുദ്ധമാണെന്ന രീതിയിലാണ് അന്ന് RBIയുടെ സർക്കുലർ ഉണ്ടായിരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഇത് പലരും കൂട്ടാക്കാൻ തയ്യാറായിരുന്നില്ല. കുറെ പേരൊക്കെ വേറെ പല പ്ലാറ്റ്ഫോമിൽ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും സത്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഏതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലാഭങ്ങൾ ഉണ്ടാകുന്നവരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. വലിയ ലാഭങ്ങൾ ഉണ്ടായാൽ പലപ്പോഴും ആ ലാഭം നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ പല ഏജൻസികളുടെയും റഡാറിൽ വരും. അതിനു മുമ്പ് കഴിഞ്ഞൊരു വീഡിയോയെ കുറിച്ച് കുറച്ച് പേർ ചോദിച്ചിരുന്ന സംശയമാണ്. ആ ഒരു വീഡിയോ പോപ്പീസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഇപ്പോൾ കാണാനില്ലല്ലോ എന്നാണ് പലരും ചോദിച്ചിരുന്നത്. പലപ്പോഴും സംഭവിക്കാറുള്ളത് പോലെ തന്നെയാണ് സംഭവിച്ചത്. അതായത് വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് അത് ഏകദേശം 24 മണിക്കൂർ ആയപ്പോഴത്തേനും അത് യൂട്യൂബ് അത് ബ്ലോക്ക് ചെയ്തു. സമൂഹത്തിന് വളരെ ഹാനികരമായിട്ടുള്ള ഒരു കോണ്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ബ്ലോക്ക് ചെയ്തത്. സത്യത്തിൽ നമ്മൾ കോണ്ടന്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പറ്റുന്ന അത്രയും വലിയ ഒരു റിസർച്ച് ഒക്കെ നടത്തിയിട്ട് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടാണ് പല വീഡിയോകളും പബ്ലിഷ് ചെയ്യാറുള്ളത് എന്നുള്ള സത്യം നിലനിൽക്കുന്നു. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പോപ്പീസിന്റെ വീഡിയോ 100% അതിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ഉൾക്കൊള്ളിച്ചിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അതിന്റെ ഒരു ഉത്തരം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾക്കൊള്ളിക്കാത്ത ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ നിയമങ്ങളോ ഇല്ല എന്നുള്ളതാണ്. കാരണം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഓഫീസിന്റെ അകത്തു നിന്നും പ്രൊമോട്ടേഴ്സ് പൂർണ്ണമായും പിൻവാങ്ങി എന്നത് എക്സ്ചേഞ്ച് ഫയലിംഗിന്റെ അകത്തോ എക്സ്ചേഞ്ച് ഡേറ്റയ്ക്കകത്തോ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ അതേസമയം കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ദിനപത്രം അത് ഏകദേശം ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവർക്ക് കിട്ടിയ ഡേറ്റ എവിടെ നിന്നാണെന്നുള്ളതിനെ കുറിച്ചോ ഒന്നും പ്രത്യേകിച്ച് പറയുന്നുമില്ല. പക്ഷെ നമ്മൾ നിയമപ്രകാരം കിട്ടിയിട്ടുള്ള വാർത്തകളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത്. അതായത് ഈ പോപ്പീസിന്റെ അകത്ത് നിക്ഷേപിച്ചവരെ സംബന്ധിച്ചാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് പോപ്പീസായിട്ട് പൂർണ്ണമായിട്ടും കൺവേർട്ട് ചെയ്ത് ഇന്ന് കാണുന്ന പ്രോപ്പീസ് കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വസ്ത്ര നിർമ്മാണ സ്ഥാപനത്തിന്റെ സെയിൽസ് ഒക്കെ ഈ പറഞ്ഞ ഇന്ന് നിലനിൽക്കുന്ന പോപ്പീസ് കെയർ എന്ന് പറയുന്ന ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിയിലേക്ക് അവരുടെ ബുക്സിൽ റിഫ്ലക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും മിനിമം 1 മുതൽ 2 വർഷം വരെ എടുക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ പ്രധാനമായും പറഞ്ഞു വെച്ചത്. അല്ലാതെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ തകർക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന കാര്യം ആ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. OctaFXനെ കുറിച്ചാണ്. OctaFXനെ കുറിച്ചും അന്ന് നമ്മൾ 1.5 വർഷം മുമ്പ് ചെയ്ത വീഡിയോയിൽ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇതിൽ ഒട്ടനേകം മില്യൺസ് അവർ ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്തിടെയാണ് ED OctaFXന്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും അവരുടെ സകല സ്വത്തുക്കളും കണ്ടുകെട്ടുകയും ചെയ്തത്. പറയപ്പെടുന്നത് കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ OctaFX 800 കോടി രൂപയോളം ഇന്ത്യയിൽ നിന്നും മാത്രം കളക്ട് ചെയ്തു എന്നാണ്. എങ്ങനെയാണ് ED ഇപ്പോഴെങ്കിലും ഉണർന്നു വന്നത് എന്ന് പറയുമ്പോൾ അത് ചിലരുടെ പരാതികളുടെ ഫലമായിട്ടാണ്. കാരണം നമുക്കറിയുന്ന പോലെ തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ള ഏത് തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും അവയെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വാധീനമുള്ള ചിലരെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള എല്ലാ തട്ടിപ്പുകാരും ചെയ്യുന്നത്. OctaFX പോലും പ്രൊമോട്ട് ചെയ്യുന്ന ഒട്ടനേകം ഇൻഫ്ലുവൻസേഴ്സ് കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പണ്ട് വോൾട്ട് എന്ന് പറയുന്ന ക്രിപ്റ്റോ എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടനേകം യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ പ്രൊമോട്ട് ചെയ്തു. അതുവഴി ചില ഈ പറഞ്ഞ പോലെ OctaFXന്റെ അകത്ത് ട്രേഡ് ചെയ്തു വലിയ ലാഭം ഉണ്ടാക്കി എന്ന് അവകാശപ്പെടുന്നവരൊക്കെ അവർ ചിലരെ ക്യാൻവാസ് ചെയ്തിട്ട് ഒരു സുനിശ്ചിതമായിട്ടുള്ള റിട്ടേൺസ് നിങ്ങൾക്ക് ലഭിക്കും എന്ന രീതിയിൽ പറയുകയും ചെയ്തു. പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയധികം ഇൻഡെപ്ത് റിസർച്ച് ചെയ്താൽ പോലും ഈ പറഞ്ഞതുപോലെ 5-6 മാസം കൊണ്ടൊന്നും 10 ഇരട്ടിയൊന്നും നിങ്ങൾ റിട്ടേൺസ് ആക്കി മാറ്റാൻ ആർക്കും സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് അൽഗോരിതമാണ് അണ്ടർലൈങ് എന്ന് അറിയാത്ത കാസിനോ പോലെ ബിഹേവ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എത്തരത്തിലാണ് ഇങ്ങനെ പണം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളത്. സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ഇവരുടെ എല്ലാം വാക്ക് കേട്ടിട്ട് വലിയ പണം ഇട്ട പലരുടെയും പണം നഷ്ടപ്പെട്ടു. ഇതിനെ തുടർന്ന് അവർ നിയമപരമായിട്ടുള്ള പരാതികളൊക്കെ ഫയൽ ചെയ്തു. ഇത്തരത്തിലുള്ള പരാതി ആത്യന്തികമായിട്ട് EDയുടെ അടുത്തെത്തി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി. OctaFX വളരെയധികം പണം ഇന്ത്യയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോകുന്നു, മണി ലോണ്ടറിങ് നടത്തുന്നു എന്ന് കണ്ടെത്തി ഇത്തരത്തിൽ നടപടികൾ എടുക്കേണ്ടതായിട്ട് വന്നു.
അവസാനം RBI ഒക്ടാഫെക്സിന്റെ പേര് പറഞ്ഞിട്ട് അത് ബാൻ ചെയ്യുകയും ചെയ്തു. അതോടുകൂടി ഒക്ടാഫെക്സിന്റെ അത് പണം വിട്ടവരും ലാഭം ഉണ്ടായി എന്ന് അവകാശപ്പെടുന്നവരും എല്ലാവരുടെയും ലാഭവും പണവും ഒക്കെ ഒന്നിച്ച് ഒലിച്ചു പോവുകയും ചെയ്തു. ബേസിക്കലി ഒക്ടാഫെക്സ് എന്ന് പറയുന്നത് ഈ ഒരു കോർ കമ്പനി സൈപ്രസിൽ യൂറോപ്പിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തതാണ്. സെർവേഴ്സും ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെ ബാഴ്സലോണയിലാണ്. ഇന്ത്യയിലെ ഓപ്പറേഷൻസ് ഒക്കെ റൺ ചെയ്യുന്നത് ദുബൈയിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള പല കമ്പനികളും എത്തരത്തിലാണ് ഇന്ത്യയിലേക്ക് ഓപ്പറേഷൻസ് വ്യാപിക്കുന്നതെന്ന്. കാരണം ഇവർക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കുക താരതമ്യേന വളരെ ദുഷ്കരമാണ് എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അവരെ നയിക്കുന്നത്. അതേസമയം ഇന്ത്യയിലേക്കുള്ള ടെക്നിക്കൽ സപ്പോർട്ട് മൊത്തം സപ്പോർട്ട് ചെയ്യുന്നത് ജോർജിയയിൽ നിന്ന് തന്നെയാണ്. ഇതിന്റെ ബേസിക്കലി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഒക്കെ റഷ്യക്കാരാണ്. 2011 തുടങ്ങി 2018 ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നു. കാരണം ഇന്ത്യ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണെന്ന് അവർ പെട്ടെന്ന് കണ്ടറിഞ്ഞു. കാരണം വോൾട്ട് എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് സിംഗപ്പൂർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലേക്ക് പെട്ടെന്ന് കടന്നു കയറി വരികയും 80% വോൾട്ടിന്റെ ടേൺ ഓവർ ഇന്ത്യയിൽ നിന്നും മാത്രമായി മാറുകയും ചെയ്തതും അത്ഭുതപ്പെടാനുള്ള കാര്യമല്ല. 2018 വന്നു. അവരുടെ ഭാഗ്യം എന്ന് പറയട്ടെ 2020 ആയപ്പോഴത്തേനും കോവിഡ് വന്നു. ഇതോടുകൂടി എല്ലാവരും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് പണം ഉണ്ടാക്കാൻ, ഓൺലൈനായിട്ട് ഇന്റർനെറ്റ് ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനുള്ള വിദ്യകൾ എന്തൊക്കെയാണെന്നുള്ളത് ആലോചിക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലമായിട്ട് ഒക്ടാഫെക്സിന്റെ അകത്ത് ഉള്ള വരിക്കാരുടെ എണ്ണം ഒരു വലിയ കുതിച്ചുചാട്ടമാണ് കണ്ടത്. ഈ കമ്പനി തുടങ്ങിയത് റഷ്യക്കാരനായിട്ടുള്ള പവൽ പ്രോണോവ് എന്ന് പറയുന്ന ഒരാളാണ് 2011. അദ്ദേഹം 2011 തന്നെ അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂകളും അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അദ്ദേഹം വളരെയധികം ഇംപ്രസ്ഡ് ആണെന്നുള്ള ഒരു കാര്യം. 2018 എന്തായാലും ആന റൂഡിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഓപ്പറേഷൻസ് തുടങ്ങി. പക്ഷെ ഇന്ത്യയിൽ നിന്നല്ല ഇത് നിയന്ത്രിച്ചിരുന്നത് എന്ന് മാത്രം. ഇന്ത്യയിൽ നിന്നല്ല നിയന്ത്രിച്ചതെങ്കിൽ കൂടിയും ഇന്ത്യയിലെ ഓപ്പറേഷൻസ് എല്ലാം ഇന്ത്യയിൽ നടക്കുന്ന പോലെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ 2021 നമ്മൾ IPL കണ്ടിട്ടുണ്ടാവും. ഡൽഹി ക്യാപിറ്റൽസിന്റെ ജേഴ്സിയുടെ പുറകെ ഉണ്ടായിരുന്നത് വലിയൊരു ഒക്ടാഫെക്സ് എന്ന് പറയുന്ന ഒരു ലോഗോ ആയിരുന്നു. ഇത് പോരാത്തതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ പേരെടുത്ത പല ക്രിക്കറ്റേഴ്സും സിനിമാ നടന്മാരും ഒക്കെ വന്നിട്ട് ഒക്ടാഫെക്സിനെ കുറിച്ച് പരസ്യം ചെയ്യാനൊക്കെ തുടങ്ങി. ഗ്രൗണ്ട് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒട്ടനേകം ഇൻഫ്ലുവൻസേഴ്സും മുന്നോട്ട് വന്നു. കാരണം ആത്യന്തികമായി ഇത് ഒരു ഫോറക്സ് ട്രേഡിംഗ് ആണല്ലോ. സാധാരണ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ പോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സും റഫറൽ കമ്മീഷനും ട്രേഡിംഗ് കമ്മീഷനും വളരെയധികം വാരിക്കൂട്ടാൻ തുടങ്ങി. അത് കൂട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലർ ഒരു പടി കൂടി കടന്നിട്ട് അഷ്വേർഡ് റിട്ടേൺസ്, സുസ്ഥിരമായിട്ടും ഉറപ്പുള്ള റിട്ടേൺസ്, അതും 6 മാസത്തിൽ 3 ഇരട്ടിയാക്കാം എന്നൊക്കെ ഉള്ള ഒരു വാഗ്ദാനങ്ങളൊക്കെ നൽകി തുടങ്ങി. അവിടെയാണ് പലപ്പോഴും പിഴച്ചുപോയത്. ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊക്കെ കണ്ടപ്പോൾ ആരോ പറയുന്ന പോലെ നിർഭാഗ്യവും അവിവേകവും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ വലിയ പണം കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചു. ഈ പറഞ്ഞ നിക്ഷേപിച്ചവർക്കൊക്കെ പണം നഷ്ടപ്പെട്ടു. നിക്ഷേപിച്ചതിന്റെ 10 പോലും ഇല്ല. അപ്പോൾ നിയമപരമായിട്ട് പല കേസും കൂട്ടുമൊക്കെ ആയിട്ട് അവർ പോയി. ആത്യന്തികമായിട്ട് ED വന്നു. 150 കോടിയിലേറെ അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന സ്വത്തുക്കൾ പിടിച്ചെടുത്തു. ഒക്ടാഫെക്സിന്റെയും അതുമായിട്ട് ബന്ധപ്പെട്ടവരുടെയും ഒക്കെ. ഇതാണ് ഇന്നത്തെ രീതിയിൽ ഒക്ടാഫെക്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പറഞ്ഞ ഒക്ടാഫെക്സിന്റെ അകത്തേക്ക് ഇന്ത്യക്കാര് ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് ഇട്ട പണം എല്ലാം ഫോറക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണോ പുറത്തേക്ക് പോയതെന്നുള്ളതാണ്. അതിന്റെ ഉത്തരം ED പറയുന്നത് അല്ല എന്നാണ്. കാരണം ഇന്ത്യക്കാർ ഇന്ത്യയിലിട്ടത് ഒക്ടാഫെക്സിന്റെ ഒറിജിനൽ URL വെബ് ലിങ്ക് കുറച്ചു കാലം മുമ്പ് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഒരു URL ഉണ്ടാക്കിയെന്നും ആ URL അത് നിക്ഷേപിച്ച പണം അതെല്ലാം ഇന്ത്യയിലെ തന്നെ പല പല ഷെൽ കമ്പനികളിലേക്കുമാണ് പോയത് എന്നുമാണ്. ആ ഒരു ഷെൽ കമ്പനികളിൽ ലിസ്റ്റഡ് കമ്പനികളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. നമുക്കറിയുന്ന പോലെ തന്നെ ഷെൽ കമ്പനികൾ എന്ന പേരിന് മുമ്പ് അദാനിയുടെ പ്രശ്നങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകാം. അവർക്ക് ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വലിയ ബിസിനസ് ഒന്നും ഉണ്ടാകില്ല. ഇതേപോലെ പണമൊക്കെ വരുന്നതൊക്കെ റൗട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ബിസിനസ് ഉണ്ട് എന്ന് കാണിക്കുന്നു, ഇല്ലാത്ത GST ബില്ലുകളൊക്കെ ഉണ്ടാക്കുന്നു, അത്തരത്തിൽ ലാഭം ഉണ്ടെന്ന് കാണുന്നു. ഈ ഒരു ലാഭം വരുന്ന പണം മറ്റു പലയിടത്തേക്കും പ്രൊമോട്ടേഴ്സിനും ഒക്കെ കൊടുക്കുന്നു. ഷെൽ കമ്പനികൾ വഴി പണം വെളുപ്പിച്ചു, ഇന്ത്യയുടെ പുറത്തേക്ക് പണം കൊണ്ടുപോയി എന്നുള്ളതൊക്കെയാണ് ED ഇപ്പോൾ പറയുന്നത്. ഒട്ടനേകം പേരുടെ പണം ട്രേഡിംഗ് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ബ്ലോക്കായി നിൽക്കുന്നു. ഇന്ത്യയിൽ വെച്ച് പിൻവലിക്കാൻ കഴിയുന്നില്ല. ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ദുബൈയിലോ സിംഗപ്പൂരിലോ എക്സ്പോഷർ ഇല്ലാത്ത സാധാരണക്കാർക്കാണ് ഇത്തരത്തിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ പറ്റാതെ ആയി പോകുന്നത്. അവർക്ക് മറ്റ് ഒരു വഴിയില്ല. എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പണം ആരുടെയെങ്കിലും കയ്യിൽ കൊടുക്കുന്നത് വരെ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ നിയന്ത്രണമുള്ളൂ. കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും നിങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിൽ നിന്നും മറ്റൊരാളുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ പണം എന്തിനു വേണ്ടിയാണ് ചിലവഴിക്കപ്പെടുന്നതെന്നും ആ ഒരു ചക്രവ്യൂഹത്തിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാമെന്നുള്ളൊരു വഴിയും കൂടി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം പണം നൽകുക. ഇല്ലെങ്കിൽ പണ്ടത്തെ അഭിമന്യുവിന്റെ അതേ അവസ്ഥ തന്നെയാവും. ചക്രവ്യൂഹത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, പുറത്തു കിടക്കാൻ പലപ്പോഴും എളുപ്പമല്ല. മിക്കവാറും ഈ ഒരു വീഡിയോയും 2 ദിവസത്തിന്റെ അകത്ത് ഇല്ലാതെയായി പോകും. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.